കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വഞ്ചനാപരമായ നിലപാടുകൾ വെടിഞ്ഞ് ജനങ്ങളോടൊപ്പം നിന്ന് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2023 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ 1980 കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നത്. നിരവധി ലക്ഷ്യങ്ങൾ മുൻനിർത്തി കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതിയിൽ 1996 ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി നിലവിൽ വനഭൂമിയാണെങ്കിലും തരം മാറ്റി നൽകുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ഈ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും വനമേഖലയിൽ കേന്ദ്ര വനനിയമത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്കും ആദിവാസി മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പട്ടയം ലഭിക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ചിരകാല സ്വപ്നത്തെ തച്ചുടയ്ക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോടുള്ള വലിയ വഞ്ചനാപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം 2023 രണ്ടാം നരേന്ദ്രമോദി സർക്കാരാണ് 1980 കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത്. ആ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1980 വനഭൂമി ഭേദഗതി, ഈ ഭേദഗതി പ്രകാരം 1996 ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി, അത് വനഭൂമി ആയാലും ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ഇപ്പോൾ തരം മാറ്റി നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഈ നിയമ ഭേദഗതിയിലൂടെ ജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീമതി കെ രമ MLA ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട വനം മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെയും കേരളത്തിൽ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മെയ് മാസം 16-ാം തീയതി ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ നിയമിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്രം നൽകിയിട്ടുള്ള സമയബന്ധിതമായ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതി ആരാണ്? ആ വിദഗ്ധ സമിതിയെ ജനങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ആ വിദഗ്ധ സമിതിക്ക് ജനങ്ങൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? ഇങ്ങനെ യാതൊരു അറിവും ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ യാതൊരു താൽപര്യവും കാണിക്കുന്നില്ല. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ 2024 മെയ് 16 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഈ സമിതിയെ എങ്ങനെ സമീപിക്കണമെന്നോ അപേക്ഷകളും രേഖകളും എവിടെ ഹാജരാക്കണമെന്നോ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അന്തിമ റിപ്പോർട്ട് നൽകി കേന്ദ്രം അത് പരിഗണിച്ചാൽ കുടിയേറ്റ കർഷകർ കുടിയേറ്റ കാലത്ത് പൊന്നുവിളിയിച്ച നിരവധി കുടിയേറ്റ ഭൂമികൾ എന്നേക്കുമായി വനഭൂമിയായി മാറും. ഇനി ഇത്തരത്തിലൊരു ആനുകൂല്യം ഒരുപക്ഷെ മലയോര ജനതയ്ക്ക് ലഭിച്ചെന്നു വരില്ലെന്നും രതീഷ് വരകുമല പറഞ്ഞു.